നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നിധി വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് ജോലി കഴിഞ്ഞ്. അങ്ങനെ വരുന്ന സമയത്താണ് അവിടെ പണിക്കാരെയൊക്കെ കാണുന്നത്. പണിക്കാരെ കണ്ടുകഴിഞ്ഞപ്പോൾ നിധിക്കൊന്നും മനസ്സിലായില്ല. നിധി വന്നിട്ട് സുഭാഷിനോട് ചോദിച്ചു, ഇതെന്താ സുഭാഷ് ചേട്ടാ എന്ന് ചോദിച്ചു. അതെ, ഒരു ബാത്റൂം പണിയുന്ന കാര്യം നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അപ്പം ബാത്റൂം പണിയാൻ തുടങ്ങുവാന്ന് പറഞ്ഞു. നിധി ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് ഇത് വേണമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് വന്നിട്ട് പറഞ്ഞു, അത് വേണ്ടായിരുന്നു നിധിയാടുത്തി, കുറേ കാലങ്ങളായല്ലേ പറയാൻ തുടങ്ങിയിട്ട് ഒരു പുതിയ ബാത്റൂം പണിയണമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് അങ്ങ് തുടങ്ങിയേക്കാന്ന് വെച്ചു. ആ സമയം ഭാസ്കരൻ ഇങ്ങനെ നിധിയെ ഒന്ന് നോക്കുവാണ്. കാരണം നിധി ഇനിയിപ്പോൾ തന്നോട് എന്തെങ്കിലും ചോദിക്കുമോ എന്നൊരു ചിന്ത ഭാസ്കരൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഭാസ്കരൻ നിധിയുടെ മുന്നിൽ അധികം ചെന്ന് പെടാറില്ല. പേടിയാണ്. നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മറുപടി പറയും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് നിധി പതുക്കെ ഭാസ്കരൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഭാസ്കരൻ പേടിച്ചു. ദൈവമേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്താനാണ് ഇവളുടെ ചിന്തയെന്ന്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഭാസ്കരൻ്റെ കയ്യിലെ മുറിവ് നിധി കാണുന്നത്. ഇതെന്ത് പറ്റിയ വെച്ചാന്ന് ചോദിച്ചു. നിധി ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, അത് പിന്നെ നിധി, രാവിലെ നീ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പം നികേഷ് പടക്കം പൊട്ടിച്ചില്ലേ? പക്ഷെ ഒരു പടക്കം വന്ന് അച്ഛൻ്റെ കയ്യെ വീണു. അച്ഛൻ്റെ കയ്യെ പൊള്ളലുണ്ടായിരുന്നു. രാവിലെ അത്രയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴായി കഴിഞ്ഞപ്പോഴത്തേനും അത് വലുതായെന്ന് പറഞ്ഞു. നിധി പേടിച്ചു പോയി. നിധി പറഞ്ഞു, എന്താ അച്ഛാ അത്? അച്ഛനൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോവാം. നീ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളേന്ന് പറഞ്ഞു. ഇത്രയും വലിയ മുറിവുണ്ടായിട്ട് കൈ പൊള്ളിയിട്ട് അച്ഛനെന്താ ഹോസ്പിറ്റലിൽ പോകത്തേന്ന് ചോദിച്ചു. പിന്നെ ഇതൊക്കെ എന്ത്, ഞാൻ ഇതിനേക്കാളും വലുത് കണ്ടിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ നിസ്സാരമല്ലേന്ന് ചോദിച്ചു. അച്ഛന് നിസ്സാരമായിരിക്കും, പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സുഭാഷിനെയൊക്കെ ചീത്ത പറയാണ്. സുഭാഷ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നായിരുന്നല്ലോ, പിന്നെ എന്താ അച്ഛനെ കൂടെ ഹോസ്പിറ്റലിൽ പോയാലോ? ആ മുറിവൊന്നും കൊണ്ടേ കാണിക്കാൻ മേലായിരുന്നോ? എൻ്റെ മോളെ, ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ അച്ഛനത് കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞു. അത് കേട്ട ഭാസ്കരൻ പറഞ്ഞു, മോളെ, ഞാൻ നേരത്തെ ലോറി ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇതിനേക്കാളും വലിയ മുറിവുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഉത്തരേന്ത്യക്ക് ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേങ്കിൽ അന്ന് പോലും ഞാനൊരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അച്ഛൻ അതങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്ക് പറ്റില്ല ഇത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മോൾ, ഇത് കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നിധി നേരെ നികേഷിൻ്റെ അടുത്തേന്നു. എന്നിട്ട് ചോദിച്ചു, എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? അച്ഛൻ്റെ കൈ പൊള്ളി നീ കണ്ടല്ലേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു. എന്നിട്ടോ നീ അച്ഛനോട് സോറി പറഞ്ഞോന്ന് ചോദിച്ചു. സോറി എന്തിനാ? അല്ല നീ കാരണമല്ലേ അതുണ്ടായതോ? പിന്നെ സോറി പറയാനായിട്ട് ഞാൻ സോറി ഒന്നും പറയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ എനിക്ക് ആളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എടാ നീ എന്താ പറയണ? നിൻ്റെ അച്ഛനാന്ന് പറഞ്ഞു. പിന്നെ ഒരച്ഛൻ വന്നിരിക്കുന്നു. ഞാൻ എന്തിനാ നിധിയെടുത്ത് അയാളോട് സോറി പറയുന്നേ? ഞാൻ അയാളെ അച്ഛനായിട്ടൊന്നും കണക്ക് കൂട്ടുന്നില്ല. എടാ, വഴിയെ പോകുന്ന ഒരാൾക്കാണെങ്കിലും ആപത്തുണ്ടാകുന്നെങ്കിൽ നീ അയാളോട് സോറി പറയത്തില്ലേ? പറയും. വഴിയെ പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോഴും ഞാൻ പറയും. പക്ഷേ ഇങ്ങേരോട് മാത്രം ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, നീ കാണിക്കുന്നുണ്ടല്ലോ, അത് ശരിയായിട്ടുള്ള കാര്യമല്ല, അറിയാലോ. നീ സോറി പറഞ്ഞാൽ മതിയാവുള്ളൂ പറഞ്ഞു. നികേഷ് പറഞ്ഞു, ഇനിയിപ്പോൾ നിധിയടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സോറി പറയാനൊന്നും പോകുന്നില്ല. ആ കാര്യം ഓർത്ത് നിധിയടുത്ത് ഇനിയിപ്പോൾ വിഷമിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. നിധിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം. അതെ, യാത്ര ക്ഷീണിച്ചൊക്കെ വന്നല്ലേ ജോലി ചെയ്ത്, ചായ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് നിധി എന്ത് ചെയ്തു? നിധിയും കൂടെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അടുക്കള ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് തിരക്കിട്ട പണിയിലാണ്. ആ സമയം സുഭാഷ് പറഞ്ഞു, മോളെ നിധി, നീ ഒരു കാര്യം ചെയ്യുക, ആ പാത്രം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പാത്രം എടുത്ത് കൊടുക്കുമ്പോൾ നിധി ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാ അത്? ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാളോ? ഇത് കണ്ടാൽ തന്നെ ഓടേണ്ട വരുമല്ലോ. ഒരു നല്ല പാത്രമൊക്കെ മേടിച്ച് വെക്കാൻ മേലേന്ന് ചോദിച്ചു. മേടിച്ച് വെക്കണം പോളെ, അതെങ്ങനെയാ? ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, ഇനി വേണം. എന്താണ് ഞാൻ മേടിച്ച് വെക്കാമെന്ന് പറയണം. വേണം, അടുക്കളയാകുമ്പോൾ അത്യാവശ്യം പെരുമാറാനായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. എന്തിന് വേദന ഒരു പാത്രം തന്നെ. ഇതിപ്പോൾ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ആ ചട്ടി കഴുകിയിട്ടല്ലേ അടുത്ത കറി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അതെ, ഈ തിരക്കിനിടയ്ക്ക് അതൊക്കെ ഓർക്കാനായിട്ട് ആർക്ക് സമയം? ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യും, അതെനിക്കൊരു ശീലമായെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അത് മുമ്പ്, പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. അംഗങ്ങളുടെ എണ്ണം കൂടിയില്ലേന്ന് ചോദിച്ചു. അതെനിക്ക് മനസ്സിലായി, മോള് വിഷമിക്കൊന്നും വേണ്ട, അടുത്ത പ്രാവശ്യം തന്നെ നമുക്ക് മേടിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുഭാഷ് ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നിധിക്ക്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, അതെ, ഞാനും കൂടെ സുഭാഷ് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. വേണ്ട പോളെ, ഇതെനിക്ക് ചെയ്യാൻ തന്നെയുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും കൂടെ കൂടാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനോടൊപ്പം അടുക്കള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്താണ് നികേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. നികേഷ് ഇങ്ങനെ വന്ന് നോക്കുകയാണ്. നികേഷ് ഒന്ന് നിൽക്കുന്ന സമയത്ത് സുഭാഷ് ചോദിച്ചു, നിനക്ക് ചായ വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നിധി മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല നികേഷിനെ. നികേഷ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിധിയെ വിളിക്കുകയാണ്, നിധി അടുത്തേന്നും പറഞ്ഞുകൊണ്ട്. നിധി മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ മിക്സി അങ്ങോട്ട് ഓണാക്കി തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട്. മിക്സിയുടെ മൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിധി മൈൻഡ് പോലും ചെയ്തില്ല നികേഷിനെ. അപ്പോഴേക്കും നികേഷ് വീണ്ടും വിളിച്ചു, നിധി അടുത്തേന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധി സുഭാഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഇനി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ടോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. തന്നെ മനഃപൂർവ്വം മൈൻഡ് ചെയ്യാത്തതെന്നുള്ള കാര്യം നികേഷിന് മനസ്സിലായി. നികേഷ് പെട്ടെന്ന് ഒരൊറ്റ കരച്ചിലായിരുന്നു. നികേഷിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി ചോദിച്ചു, അയ്യോ നീ എന്തിനാടാ കരയണമെന്ന് ചോദിച്ചു. സോറി കേട്ടോ നിധി അടുത്തി, സോറി, ഞാൻ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛനെക്കുറിച്ചൊക്കെ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പം നിധിക്ക് സങ്കടമായിപ്പോയി. നിധി പറഞ്ഞു, നികേഷ് നിനക്കറിയാലോ നിൻ്റെ അച്ഛനാ അത്, ആ ഒരു പരിഗണന നീ കൊടുക്കണം. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ജന്മം നൽകിയ ആളല്ലേ. അപ്പം അച്ഛനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയതാ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് നമ്മൾ അംഗീകരിച്ച് തിരുത്താൻ തയ്യാറാണോ? അല്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, ഞാൻ സോറി പറഞ്ഞോളാം നിധി അടുത്തി, എൻ്റെ തെറ്റെനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ. നിനക്കറിയാലോ നമ്മൾക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ക്ഷമ ചോദിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഉടനെ നികേഷ് സോറി പറയാനൊക്കെ സമ്മതിച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നിധിയുടെ മുഖം തെളിഞ്ഞ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സുധീഷിനെ ഹരീഷിനെ അവരെല്ലാവരും കൂടെ വിളിക്കുകയാണ്. ആ സമയം നിധി ചോദിച്ചു, അല്ല അച്ഛൻ എന്തിയെ? സുഭാഷ് പറഞ്ഞു, അച്ഛൻ ഇത്തിരി കഴിയുമ്പോൾ കഴിച്ചോളും, അച്ഛനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. കഴിക്കാൻ കൊണ്ട് വെക്കണ സമയത്ത് സുധീഷ് ചോദിച്ചു, അല്ല എന്താ സുഭാഷ് ഏട്ടാ കഴിക്കാനായിട്ട്, സ്പെഷ്യൽ എന്തെങ്കിലും ആണോന്ന് ചോദിച്ചു. പിന്നെ സ്പെഷ്യൽ ആണോന്ന്, എൻ്റെ സുഭാഷ് ഈ ദോശയും ചമ്മന്തി ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ, വല്ല ചൈനീസ് ഡിഷസും ഉണ്ടാക്കിയ പോരെന്ന് ചോദിച്ചു. ഇത് കേട്ടോണ്ടാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി പറഞ്ഞൊരു കാര്യം ചെയ്യാം, സുധീഷ് ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്യുക ചൈനീസ് ഡിഷസ് കടയിൽ നിന്ന്, ഇഷ്ടമുള്ള പോലെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഇതൊക്കെ ഉള്ളൂ, സുഭാഷിന് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട കഴിഞ്ഞപ്പോൾ സുഭാഷ് ചിരിച്ചു. പിന്നീട് സുഭാഷ് പറഞ്ഞു, എടാ നിങ്ങളതൊന്ന് എടുത്ത് കഴിച്ചു നോക്ക്, എങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്നറിയാലോ, എടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അല്ല എന്താ അത്? ഉപ്പുമാവാന്ന് പറഞ്ഞു. ഉപ്പുമാവോ? അതെ, ദോശയും ഇഡ്ഡലിയും അതൊക്കെ ഉണ്ടാക്കും, നിനക്കെന്നും ഇഷ്ടപ്പെടത്തില്ലോ, അതുകൊണ്ടൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ ഉപ്പുമാവ്. ദൈവമേ പെട്ടുപോയല്ലോ ഉപ്പുമാവ്, എന്തിനാ സുഭാഷ് ചേട്ടാ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഓഹോ, അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയത് അപ്പോൾ കുഴപ്പമില്ലേ, നീ അത് രുചിച്ച് നോക്കിയിട്ട് പറ. ഒടുവിൽ നികേഷ് ഇത്തിരി കഴിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സുധീഷും കഴിച്ചു നോക്കി, വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് വർത്താനം പറഞ്ഞ് ആഹാരം കഴിക്കണം. അപ്പോഴാണ് സുഭാഷിന് ഫോൺ ബെല്ലടിക്കുന്നത്. ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഫോൺ ബെല്ലടിക്കുന്നു, നീ ഒന്ന് പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തുനിന്ന് ഹരീഷ് ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് സുനന്ദയാണല്ലോ വിളിക്കണമെന്ന് പറഞ്ഞു. സുനന്ദയോ? അതെ സുനന്ദയാണ് വിളിക്കുന്നത്. അവളെന്തിനാ പോലും വിളിക്കുന്നത്? അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, സത്യം പറ സുഭാഷ് ചേട്ടാ, സുനന്ദ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സത്യം പറഞ്ഞാൽ മതി, എടാ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, പക്ഷെ ഞാൻ കോൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അല്ല അവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എന്ന് ഹരീഷ് ചോദിച്ചു. അതെനിക്കറിയത്തില്ല, കോൾ എടുത്ത് സംസാരിച്ചല്ലേ അറിയത്തുള്ളൂ, കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നാമത്തെ ബെല്ലടിച്ച് നിന്നുപോയി. 2 പ്രാവശ്യം വിളിച്ചിട്ടും അവർ കോൾ എടുക്കാൻ തയ്യാറായില്ല. 3ാമത് വീഡിയോ കോൾ വിളിക്കുകയാണ്. വീഡിയോ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഇത് വീഡിയോ കോളാണ്, എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നിധി ഫോൺ എടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. സുഭാഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവെന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.